അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്ത് ചെയ്യണം, ഒന്ന് ബാലൻസ് ചെയ്യണം. അപ്പൊ നമ്മുടെ റിയാക്ടൻസ് സൈഡ് എന്ന് പറയുന്നത് C7H6O2 പ്ലസ് O2 ഗീവ്സ് CO2 പ്ലസ് H2 എന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കാം എത്ര കാർബൺ ഉണ്ട് നമുക്ക്. റിയാക്ടൻസ് സൈഡിൽ 7 കാർബൺ, പ്രൊഡക്റ്റ് സൈഡിൽ എത്ര കാർബണേ ഉള്ളൂ, 1 കാർബൺ ഉള്ളൂ. അപ്പൊ നോർമലി നിങ്ങൾ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, 7 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇനി നോക്കുക ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം. റിയാക്ടൻസ് സൈഡിൽ 6 എണ്ണം. ഇവിടെ നോക്കുക രണ്ടെണ്ണമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ 3 × 2 ആയി, എത്ര ആയിട്ടുണ്ട്, 6 ആയിട്ടുണ്ട് അല്ലെ. ഇനി അപ്പം എല്ലാ എണ്ണവും ബാലൻസ് ആയെന്ന് നോക്കണ്ടേ. 7 × 2 എത്ര ആയി, 14. 14 + 3 ആകുമ്പം 15 എണ്ണം ഉണ്ട്. നമുക്ക് ഓക്സിജൻ എത്ര എണ്ണം വരുന്നുണ്ട്, 15 എണ്ണം വരുന്നുണ്ട്. അപ്പൊ 15 ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം, 7.5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലെ. 7.5 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. ഇനി ഇതാണ് നമുക്ക് ഈ ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ എണ്ണി നോക്കാം, 7 കാർബൺ, പ്രോഡക്റ്റ് സൈഡിൽ എത്ര ഉണ്ട്, 7. 1 × 7 7 കാർബൺ. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്, 6. 3 × 2 6. ഇനി അപ്പം ഓക്സിജൻ എണ്ണം നോക്കുമ്പോഴോ, ഓക്സിജൻ റിയാക്ടൻസ് സൈഡിൽ എത്ര എണ്ണം ഉണ്ട്, 7.5 × 2 ആകുമ്പം 15. 15 + 2 ആകുമ്പോൾ 17. ഇവിടെ നോക്കുക 7 × 2 14 + 3 17. ഇക്വേഷൻ എന്തായിട്ടുണ്ട്, ബാലൻസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡെസിമൽ നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു 2 കൊണ്ട് അതിന്റെ ആ ടോയ്സ് അങ്ങ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡെസിമൽ നമ്പേഴ്സിനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അതായത് നിങ്ങൾക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടാൻ പറയുമ്പോൾ 2C7H6O2 പ്ലസ് 7.5ന്റെ ടോയ്സ് എടുക്കാൻ മീൻസ് എത്ര ആണോ അത്, 15 O2 ഗീവ്സ് 7 × 4 ആകുമ്പോൾ 14 CO2 പ്ലസ് 6 H2O. ആ ഡെസിമൽ നമ്പർ മാറ്റാമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ, ഡെസിമൽ നമ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ ടോയ്സ് കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ ടോയ്സ് അങ്ങ് എടുത്താൽ മാത്രം മതി. ഓക്കെ, ഇതാണ് ആ ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്.